ഇടതുപക്ഷത്തെ ഈ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് ഈ പറഞ്ഞ മണ്ഡലങ്ങളുണ്ടല്ലോ, ഈ മണ്ഡലങ്ങളിൽ ഒന്നും തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം കുറ്റ്യാടി നിയോജക മണ്ഡലം പറഞ്ഞു. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ KP കുഞ്ഞമ്പത് കുട്ടി സിറ്റിംഗ് MLA ആണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം KP കുഞ്ഞമ്പത് കുട്ടിയോട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരായിട്ട് മുസ്ലിം ലീഗിൽ തന്നെ വലിയ പടയൊരുക്കമുണ്ട്. അവിടെ മുസ്ലിം ലീഗിലെ തന്നെ പ്രമുഖരായ ആളുകൾ ഇദ്ദേഹത്തെ ഒരു കാരണവശാലും ജയിപ്പിക്കാൻ പാടില്ല എന്ന് വീട് വീടാന്തരം കയറി ലീഗുകാരായ ആളുകളോട് പറയുന്നുണ്ട്. ഇദ്ദേഹം ബിസിനസ്സുകാരനാണ്, പല ബിസിനസ്സുകളിലും വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കുടുംബത്തിലെ തന്നെ ഒരാൾ ഇപ്പോൾ ഖത്തറിലെ ജയിലിൽ കിടക്കുന്നുണ്ട്. ആ കുടുംബം തന്നെ വളരെ പരസ്യമായ രീതിയിൽ KP കുഞ്ഞമ്പത് കുട്ടിക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഓരോ നിയോജക മണ്ഡലം എടുത്തു നോക്കിയാലും, ഇദ്ദേഹം വായിച്ച നിയോജക മണ്ഡലങ്ങൾ ഓരോന്നും എടുത്തു നോക്കിയാലും ഈ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നുപോലും UDFന് ജയിച്ച് കയറാൻ കഴിയില്ല. ഇപ്പോൾ സിറ്റിംഗ് ആയ മണ്ഡലങ്ങൾ ഒഴിച്ച്, ആ മണ്ഡലങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ആ സിറ്റിംഗ് ആയ മണ്ഡലങ്ങൾ ഒഴിച്ച് പുതുതായ ഒരു മണ്ഡലവും കേരളത്തിൽ ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പോലും UDFന് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പറവൂർ ഉൾപ്പെടെയുള്ള VD സതീശൻ മത്സരിക്കുന്ന പറവൂർ ഉൾപ്പെടെയുള്ള പറവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എത്ര വോട്ട് കുറവാ പോളിങ്ങിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പറവൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള UDFൻ്റെ പ്രമുഖരായ നേതാക്കൾ, ഭാവി മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ള ആളുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അത്ര എളുപ്പമല്ല UDFന് വിജയം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്? UDF എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു മുന്നണിയാണ്. അത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ എന്താണ്, ഈ LDF എന്തൊക്കെയോ സാമ്പത്തിക തട്ടിപ്പ് നടത്തി, രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിപ്പ് നടത്തി, അതിലൊക്കെ പ്രതിഷേധിച്ചാണ് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ രംഗത്ത് വന്നതെന്ന് ഒക്കെ പറഞ്ഞു. അവരൊക്കെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതൊക്കെ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിൽ അവശേഷിച്ച മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇറങ്ങിയത്. സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല, ഞങ്ങൾ വേറെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തി. ആ പണം പിരിക്കാൻ വേണ്ടി ആപ്പുണ്ടാക്കി. ഇപ്പം പണം മാത്രമല്ലല്ലോ, ആപ്പ് മുക്കിയെന്നല്ലേ. UDFൻ്റെ എത്ര നേതാക്കളുടെ പ്രൊഫൈൽ ഇതാ ഞങ്ങൾ ഇതുവഴി 58 കോടി പിരിച്ചു, അതിൻ്റെ രേഖാപരമായ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചല്ലേ. ഇപ്പം എന്താണ്, ആ ആപ്പുണ്ടോ, പണമുണ്ടോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നിങ്ങൾ വീട് നൽകാമെന്ന് പറഞ്ഞ ആളുകൾക്ക്, സർക്കാർ വീട് വേണ്ട ഞങ്ങളിങ്ങനെ വീട് വാങ്ങിച്ചുകൊള്ളും എന്ന് പറഞ്ഞ ആളുകൾക്ക് നിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൽ എത്ര ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കൊടുങ്കാറ്റുകൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്ത നിവാസികളെ, ആ ദുരന്തത്തിനിരയായ ആളുകളെ പുനരധിവസിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റും സന്നദ്ധ സംഘടനകളും മുൻകൈയെടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ചെയ്തതുപോലെ അതിനുവേണ്ടി പണം പിരിച്ച് ആ പണം മുക്കിയതുപോലുള്ള ഒരു സംഭവം ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എവിടെയും കാണാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എന്താണ്, ഈ പോക്കറ്റടിക്കാരനെ പോലെ കള്ളൻ എന്ന് വിളിച്ച് ആൾക്കൂട്ടത്തിൽ മറയാനാണ് ശ്രമിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളാകെ മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാസികൾ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച പണം മുക്കി എന്നതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, UDFന് 70-ലധികം സീറ്റ് വേണമല്ലോ, 100 പോട്ടെ, 102 പോട്ടെ, 70-ലേറെ സീറ്റ് നേടാൻ എവിടെയാണ് സാധ്യതയുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി 3ാം തവണയും ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്ന ഒരു സഭയായിരിക്കും 16ാം നിയമസഭ എന്ന് നമുക്ക് 4-ാം തീയതി അറിയാൻ കഴിയും. ബാക്കിയെല്ലാം എന്താണ്, 4-ാം തീയതി വോട്ടെണ്ണുന്നവരെ നമുക്ക് തർക്കിക്കാം. ആ തർക്കത്തിനൊന്നും കാര്യമില്ല, കാരണം വോട്ട് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞതാണ്. ആ ചെയ്തു കഴിഞ്ഞ വോട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജനങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണ്, അത് വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ലാലു പറഞ്ഞില്ലേ, 18 മാസക്കാലം പെൻഷൻ കുടിശ്ശിയാക്കിയ ഒരു സർക്കാരാണ് UDFൻ്റെ സർക്കാർ എന്ന് പറയുന്നത്. അതിനുശേഷം ആ 18 മാസത്തെ ഈ കുടിശ്ശിക തീർത്ത് പെൻഷൻ അനുക്രമമായി 2000 രൂപയായി വർദ്ധിപ്പിച്ച സർക്കാരാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ 3000 രൂപ പെൻഷൻ നൽകുമെന്നാണ്. ഈ സർക്കാരിൽ അല്ലാതെ മറ്റാരിലാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക?
ഈ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഈ സർക്കാരിലല്ലാതെ 18 മാസക്കാല പെൻഷൻ കുടിശ്ശിയാക്കിയ UDF-ൽ ഏതെങ്കിലും രീതിയിൽ വിശ്വസിക്കുമോ, അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ? അങ്ങനെ സംഭവിക്കില്ല എന്നാണ് സാമാന്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുക. അതുകൊണ്ട് നിയാസ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിന് വേണ്ടി, അദ്ദേഹം അതിൻ്റെ വക്താവും നേതാവുമാണല്ലോ, അദ്ദേഹത്തിന് ശക്തമായി വാദിക്കേണ്ടി വരും. പക്ഷേ ഫലത്തിൽ ഈ നോർത്ത് നിയോജക മണ്ഡലം ഉൾപ്പെടെ, നോർത്തും അദ്ദേഹം പിടിച്ചെടുക്കണമല്ലോ ഭരണം കിട്ടണമെങ്കിൽ, ഈ നോർത്ത് നിയോജക മണ്ഡലത്തിൽ സഖാവ് തോട്ടത്തിൽ രവീന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തോട് കൂടി വിജയിക്കും. ഇതാ തൊട്ടടുത്ത് എലത്തൂരിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും കേരളത്തിൻ്റെ പിണറായി സർക്കാരിൻ്റെ വനമന്ത്രി കൂടിയായിട്ടുള്ള AK ശശീന്ദ്രൻ വിജയിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ സിറ്റിംഗ് ആയിരിക്കുന്ന UDF-ൻ്റെ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന വലിയ പരീക്ഷണ വൈഷമ്യത്തിലാണ് UDF നേതൃത്വമുള്ളത്. എണ്ണിക്കഴിയുമ്പോൾ അത് തങ്ങൾക്കുണ്ടാകുമെന്ന്, എന്നിട്ടല്ലേ നിങ്ങൾ ഇരുന്നിട്ടല്ലേ കാല് നീട്ടല്ലേ, നിങ്ങൾക്ക് ഭരണമുണ്ടാക്കാൻ, സർക്കാർ ഉണ്ടാക്കാനുള്ള സീറ്റുകൾ ഈ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും 4-ാം തീയതി നമ്മൾ എണ്ണാൻ പോവുകയാണ്. അതുവരെ നമുക്ക് രണ്ടുപേർക്കും അനുകൂലമായ രാഷ്ട്രീയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴത്തെ ഈ ക്ഷേമ വികസന നേട്ടങ്ങൾ സംരക്ഷിക്കണം. അത് പുതിയ വിധാനങ്ങളിലേക്ക് എത്തിക്കണം. അതിൻ്റെ ആനുകൂല്യവും സഹായമൊക്കെ ഭൂരിപക്ഷ ആളുകൾക്ക് കിട്ടണം. വളരെ വികസിതമായ ഒരു സമൂഹത്തിൻ്റെ ജീവിത ഗുണനിലവാരത്തിലേക്ക് മുഴുവൻ മലയാളികൾക്കും കടന്നു പോകാൻ കഴിയണം. അങ്ങനെ ചെന്നെത്തണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെ കൊണ്ട് മാത്രമേ കഴിയൂ. UDF-ന് അത് സാധ്യമല്ല എന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ചരിത്രബോധമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ബോധ്യമുണ്ട്. 10 വർഷക്കാലത്തെ ഭരണക്കാലത്തിന് ഈ 2016 ശേഷം ജനിച്ച് രാഷ്ട്രീയത്തിലൊക്കെ കാര്യങ്ങൾ വായിക്കാനൊക്കെ തുടങ്ങിയ പുതിയ തലമുറക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അറിയില്ലായിരിക്കും. പക്ഷെ അവരുടെ അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാകാൻ കൂടി അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ തുടർച്ചയായിട്ടുള്ള ദുരാരോപണങ്ങൾ, ആ ദുരാരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ എത്രയോ മാധ്യമങ്ങൾക്ക് 10, 16, 20ഓളം ഇൻ്റർവ്യൂകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. വിശദമായ ഇൻ്റർവ്യൂ. ആ വിശദമായ ഇൻ്റർവ്യൂ ഒക്കെ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വായനക്കാരായ, ഓൺലൈൻ വായനക്കാരായ പുതിയ തലമുറ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സംശയരഹിതമായും ഒരു തുടർച്ചയുണ്ടാകും എന്ന കാര്യം